ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അപ്പം ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്നറിയോ? ഇന്ന് നമ്മുടെ ഗോപാൽ അച്ചാച്ചൻ്റെ വീട്ടിലും ബാബാമ്മയുടെ വീട്ടിലും. ഓരെ കാണുന്നതാന്നാ പറയുന്നത്. ഒരിക്കൽ ഭയങ്കര നാണ, ഓരാരും കാണാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പോഴും ഇവരെ യൂട്യൂബിൽ പരിചയപ്പെടുത്തി ഇപ്പോൾ കുറേ പേർക്ക് ഇവരറിയാം. എന്തായാലും ഞാൻ ഈ ഭഗവാന്റെ ഭക്തന്മാരടുത്ത് ഇരുന്നിട്ടാണ് ഇന്ന് ഞാൻ ഭഗവാന്റെ നാമസങ്കീർത്തനം പാടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരോടൊപ്പം ഇരുന്ന് ഭഗവാനെ ലയിച്ചിരുന്ന് ഭഗവാന്റെ പാട്ട് നാമസങ്കീർത്തനം പാടാം. നിങ്ങളും എൻ്റെ കൂടെ കൂടണം, ഇവരും എൻ്റെ കൂടെ കൂടും. ഞാനിന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയാം? ഇതാരുമില്ല, ഇത് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതാ. അതാരാന്ന് ചോദിച്ചതാ. ഇതാരോടാ ഞാനിങ്ങനെ സംസാരിക്കുന്നത്? അപ്പം ഇവിടെ വന്നിരിക്കേ, ഇത് സ്റ്റൂൾ എടുത്തിട്ട് ഇവിടെ ഇരുന്നോ. അതല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇവരും എന്നോടൊപ്പം പാടണം. ഒന്ന് പാടുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇവരെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ തന്നെയാ, കണ്ണൻ തന്നെയാ, കണ്ണന്റെ ഭക്തനാ. കണ്ണന്റെ ആത്മാർത്ഥമായിട്ടുള്ള കണ്ണനെ സ്നേഹിക്കുന്ന ആളാ. കണ്ണന്റെ കഥ കേൾക്കുമ്പോഴും കണ്ണന്റെ പാട്ട് കേൾക്കുമ്പോഴും എല്ലാം കരയാ. ഇതപ്പം തന്നെ ഇതാ കരയുന്നു. കരച്ചല. അതാണ് ഭക്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം എന്നാ പറയുക. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം കണ്ണിന്ന് വെള്ളം വരിക. അത് നമ്മളായിട്ട് വരുത്തുന്നതല്ല, നമ്മളെ ഉള്ളിൽ നിന്ന് താനേ അലിഞ്ഞു വരുന്നതല്ലേ. അതാണ് ഏറ്റവും വലിയ ഭക്തിന്റെ ലക്ഷണം. പിന്നെ ഇത് നമ്മളെ കാർത്തിയായനി അമ്മമ്മ, കാർത്തിയായനി കുട്ടി. ഇത് നമ്മളെ കാർത്തിയായനി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരോട് രണ്ടാളോടും കൂടെ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാട്ട് പാടാം. ഞാൻ എന്നും എടുക്കുന്ന പുസ്തകം തന്നെയാണ് ഇന്നും എടുത്തിരിക്കുന്നത് കേട്ടാ, ഉദിത് ചൈതന്യയുടെ പുസ്തകം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് കണ്ണനുണ്ണി മാമുണ്ണണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഉച്ച സമയത്താണ്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായില്ലേ, അപ്പൊ കണ്ണനെ കൂടെ നമ്മളോടൊപ്പം ഭക്ഷണത്തിനായിട്ട് കൂട്ടാം. ഈ പാട്ട് അധികം സപ്താഹ വേദികളിലും ഉച്ച സമയത്താ പാടുക. കാരണം നമ്മളെ ഉച്ച ഭക്ഷണത്തിന് വിടുമ്പോഴാണ് കണ്ണനുണ്ണി മാമുണ്ണണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ അങ്ങനെയുള്ള പാട്ട് പാടുന്ന സപ്താഹവേദിന്ന്? അങ്ങനത്തെ പാട്ടാ കാർത്തിയാനാകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവൂലോ.